എല്ലാവരും ആയോ? ജോയിൻ ചെയ്തോ? 23 പേരായിട്ടുള്ളൂ. കുറച്ച് പേരും കൊണ്ട് വെയിറ്റ് ചെയ്യല്ലോ നമുക്ക്. അപ്പൊ ഇന്നലെ ചെയ്ത് ഹോംവർക്ക് തന്നതിൽ ഒരുപാട് ആളുകൾ നല്ല ഭംഗിയിൽ ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല ഡയമെൻഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടൂറിലോട്ട് നമുക്ക് പോവാം. ഓക്കെ. ഒരിക്കലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. സംശയങ്ങൾ അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഇന്നലെ വരച്ചത് എങ്ങനെ ഈ പാർട്ടിങ് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഇത് വരയ്ക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായി, അങ്ങനെയൊക്കെ തോന്നിയ ആരെങ്കിലും ഉണ്ടോ? എത്ര പേര് ചെയ്തു നോക്കി? കുറെ പേര് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. ആർക്കും ഡൗട്ട് ഒന്നുമില്ല? ചെറുത് ചെയ്ത് തരണം, കാണിച്ചു തരണം, അങ്ങനെ എനിക്ക് ഏതെങ്കിലും അഭിപ്രായം ഉണ്ടോ? ചെയ്ത് നോക്കിയാൾക്ക് എളുപ്പമായിരിക്കുമല്ലോ, ടഫ് ഒന്നുമില്ല. ഒന്ന് ലൈനും റെക്റ്റാങ്കിളും സർക്കിളൊക്കെ യൂസ് ചെയ്തിട്ട് ട്രിമ്മൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഹലോ, ആർക്കും ഇല്ലേ? ഡൗട്ട് ഒന്നുമില്ലേ? ഒരു ഡൗട്ടും ഇല്ല, ഫുൾ ക്ലിയർ. ഇങ്ങനെയാണെങ്കിൽ അടിപൊളിയാണ് അല്ലേ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ടൂളിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, 1 മിനിറ്റ് എൻ്റെ ആപ്പ് ഒന്ന് ഞാൻ കണക്ട് ചെയ്യട്ടെ. ഓക്കെ, സ്ക്രീന് കാണുന്നുണ്ടോ എന്ന് എല്ലാവരും പറയട്ടോ. സ്ക്രീൻ നമ്മൾ ഷെയർ ചെയ്യണ്ട. സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ വരച്ച ഡ്രോയിങ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെല്ലാം സെറ്റിങ്സ് ആണ് ചെയ്തിരിക്കേണ്ടത്? ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഗാൽഡിൻ പറ. ഓട്ടോകാഡ് ഇനീഷ്യൽ സെറ്റിങ്സ് എന്തൊക്കെയാണ്? യൂണിറ്റ് മാത്രം മതിയോ? ലിമിറ്റും യൂണിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യണം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ UN ഉണ്ടായിരിക്കുന്നു. നമ്മുടെ മില്ലിമീറ്റർ ഏതാണ് എടുക്കേണ്ട പൊസിഷനും യൂണിറ്റ് പൊസിഷനും മീറ്റേഴ്സൊക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ അടിക്കുക. അടുത്ത LIMI കീസ് അടിച്ചു കഴിഞ്ഞാൽ ലിമിറ്റ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് കോർണർ റൈറ്റ് കോർണർ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, 0,0 എന്ന് കൊടുത്ത് ലെഫ്റ്റ് റൈറ്റ് കോർണർ 100, 1000, ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, യൂണിറ്റ് ലിമിറ്റ് എൻ്റർ അടിച്ച് സൂം ആൾ കൊടുത്തു അല്ലെ? അപ്പൊ ആ ലിമിറ്റിലോട്ട് സൂം ചെയ്തു. ഓക്കെ, പിന്നീട് നമ്മൾ പഠിച്ചു 20 ടൂൾ പഠിച്ചു. ഏതൊക്കെയാ ടൂളുകൾ എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പഠിച്ച 20 ടൂളുകൾ എന്ന് പറയാൻ പറ്റുമോ? ഏതൊക്കെയാണ്? ലൈന് കമന്റ് ബോക്സിൽ ഇടാം. പഠിച്ച ടൂളുകൾ ലൈന്, സർക്കിള്, എല്ലാത്തിനും ഷോർട്ട് കട്ട് എന്ന് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാണ് കമന്റ് ബോക്സിൽ. ലൈൻ്റെ എന്താണ്? അല്ലേ? ടൈപ്പ് ചെയ്യും. ആരും ടൈപ്പ് ചെയ്യുന്നില്ലേ? ഈ ടൂൾസിന്റെ കമന്റ് പഠിച്ച നിങ്ങൾ ഓട്ടോകാഡ് പഠിച്ചേ. ഓക്കെ, ലൈൻ ടൈപ്പ് ചെയ്യാം. ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ്. സർക്കിള് എന്താണ്? ഓക്കെ. റെക്ടാങ്കിൾ, അടുത്ത റെക്ടാങ്കിൾ. യെസ്, ഈസി. ഓക്കെ, ട്രിം, അടുത്ത ഓഫ്സെറ്റ് ഷോർട്ട് കട്ട്. യെസ്, OFF അല്ല, O മാത്രമേ ഉള്ളൂ കേട്ടോ. O മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത കോപ്പി, പിന്നെ ഷോർട്ട് കട്ട് C. ഓക്കെ, വെരി ഗുഡ്. മൂവ്,
SEM, yes, very good. Extended. Yes, Vaishnavi EX, okay. Mirror, SEMI. Hatch, yes, hatch and dot H, okay, very good. Fillet, yes, F, okay. Block, അടുത്ത് പറഞ്ഞില്ല. എക്സ്പ്ലോഡ്, എക്സ്പ്ലോഡ് ഷോർട്ട് എക്സ്, ഓക്കെ. അടുത്ത് ആർക്ക്, ആർക്കിന്റെ ഷോർട്ട് കട്ട് എ ആണ്, ഓക്കെ. ഡിസ്റ്റൻസ് മെഷർ ചെയ്യാന് DI ആണ് ഷോർട്ട് കട്ട്, ഓക്കെ. DI, AST എന്നും പറയാം, DI ആണ് ഷോർട്ട് കട്ട് വരുന്നത്, ഓക്കെ. ഇത്ര പേരുള്ളൂ, വേറെ ഇല്ലേ? ഇത്ര പേര് കമന്റ് ചെയ്യാനുള്ളൂ സ്ഥിരമായിട്ട്, ഓക്കെ. ഡയമെൻഷന്, യെസ്, DLI, ഓക്കെ. ഡിം എന്നൊക്കെ അതിന്റെ അടുത്ത് ആളുകൾ ടൈപ്പ് ചെയ്യാൻ, ഡിം ഒന്നല്ല DLI ആണ് കേട്ടോ, ഡയമെൻഷൻ ലൈന്, ഓക്കെ. അടുത്ത പോളി ലൈൻ, പോളി ലൈൻ പറഞ്ഞാൽ നോർമൽ ലൈൻ അല്ല, സാധാ ലൈൻ, പോളി ലൈൻ, ഓക്കെ. അത് മാച്ച് പ്രോപ്പർട്ടി, ഒരു ലൈനിന്റെ പ്രോപ്പർട്ടി മറ്റേ ലൈനിന് കിട്ടണം, അല്ലെങ്കിൽ ഒരു ഹാച്ച് മറ്റേ ഹാച്ചിന് കിട്ടും, മറ്റേ ഇത് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ MA, യെസ്, ഓക്കെ, വെരി ഗുഡ്. ദെൻ ഓട്ടോകാഡ് ഓപ്ഷൻസ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി OP ആണ് ഷോർട്ട് കട്ട്, ഓക്കെ. അതിൽ ഓട്ടോകാഡിന്റെ കളർ മാറ്റാം, അതിന്റെ ഗ്രിഡ് ഫോർമാറ്റ് മാറ്റാം ഒക്കെ ചെയ്യാം. അടുത്ത സ്കെയില്, സ്കെയിലിന് ഷോർട്ട് കട്ട് SC, വെരി ഗുഡ്. ഇപ്പൊ എല്ലാവരും നല്ല റെസ്പോൺസ് ആണ്, വെരി ഗുഡ്, വെരി ഗുഡ്, ഓക്കെ. അപ്പൊ ഇത്രയും ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത സെറ്റ് ഓഫ് ടൂൾസിലോട്ട് നമുക്ക് പോവാം, ഓക്കെ. അപ്പൊ നമ്മൾ ഇനി പോകുന്നത് വേറൊരു 10 ടൂളും. ഓക്കെ, അടുത്ത ടൂള് നമ്മൾ ചെയ്യാം. അപ്പൊ ഇതുവരെ പറഞ്ഞ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ആർക്കെങ്കിലും ഏതെങ്കിലും ടൂള് സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്ത ടൂളിലോട്ട് പോവാം. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇല്ലാന്നുണ്ട് എന്നോ എന്ന് ടൈപ്പ് ചെയ്യാം. സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? റേസ് ചെയ്യാം. സർ, ഓക്കെ. ഭദ്രക്കില്ല, അബിക്കില്ല, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടൂളാണ് ലെയർ എന്നുള്ളത്. എന്താണ് ലെയർ? ഇവിടെ ഫോട്ടോഷോപ്പ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഫോട്ടോഷോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാൻവ യൂസ് ചെയ്ത് എഡിറ്റിംഗ്, പോസ്റ്റർ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? ഉണ്ടോ? ക്യാൻവ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ്, ഇലിസ്ട്രേറ്റർ, യെസ്, മിതു അല്ലെ? മിതു അറിയാൻ പറ്റും എന്താ ലെയർ എന്നുള്ളത് എന്താണെന്ന് അറിയാൻ പറ്റും? അറിയില്ലേ? ലെയറിന്റെ യൂസ് എന്താ മിതു? ഓട്ടോകാഡ് ഈസ് എനേബിൾ ടു ഇൻസ്റ്റാൾ. എന്താ പ്രശ്നം, എന്താണ് വരുന്നത്? ഞാൻ ഗെറ്റ് ഇൻ ടു PC എന്നുള്ള വെബ്സൈറ്റ് പരിചയപ്പെടുത്തിയിരുന്നു. അതിൽ ക്രാക്ക്ഡ് വേർഷൻസ് അവൈലബിൾ ആണ്. അതിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. ഗെറ്റ് ഇൻ ടു PC ട്ടോ. അതിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് 2018 വേർഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി നിങ്ങൾ. ഓക്കെ, ഏകദേശം സപ്പോർട്ട് ചെയ്യും എല്ലാ രീതിയിലും. സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 4GB റാമെങ്കിൽ നിങ്ങളെ സ്പെക്ക് വേണം ലാപ്ടോപ്പിന്റെ. ഓക്കെ, Core i3 പ്രൊസസർ ഉണ്ടായാൽ തന്നെ മിനിമം ഒരു ലെവലിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ മുകളിൽ ഉണ്ടായാലാണ് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വിൻഡോസിന്റെ ഡിഫൻഡർ ഒക്കെ ഓഫ് ആക്കി ഇടണം. അതൊക്കെ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്തത്? പിന്നെന്താ, സ്പെക്കിന്റെ പ്രശ്നമാണെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്യാം. അറിയുന്ന ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ കോളേജിലാണ്, കോളേജിലത്തെ ടീച്ചറോടൊക്കെ ഒന്ന് ചോദിക്കുക, ഒന്ന് സെറ്റ് ആക്കുക. അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ChatGPT സെർച്ച് ചെയ്ത് നോക്ക് എന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് സോർട്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. അപ്പൊ നേരിട്ട് എന്നെ കണക്ട് ചെയ്തോ, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് യു. ഓക്കെ, ഓക്കെ. എനിവേ നമുക്ക് അടുത്ത ടൂളിലോട്ട് പോവാം. ലെയർ ആണ്. ഇപ്പൊ ലെയർ, ഇപ്പോൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾ ലെയർ എന്ന് അറിയാൻ മതിയാവും. അപ്പോൾ ലെയർ എന്നുള്ളതിന്റെ ഷോർട്ട് കട്ട് ആണ്. ഷോർട്ട് കട്ട് എന്താണ്? ലെയറിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് LA എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡ്രോയിങ്സ് വരക്കുമ്പോൾ പല ലെയേഴ്സിലായിട്ട് നമുക്ക് വരക്കാൻ പറ്റും. ഓക്കെ,
അതായത് ഒരു വലിയൊരു പ്ലാന്, ഒരു വീടിന്റെ പ്ലാൻ നമ്മൾ വരയ്ക്കുമ്പോൾ അതിന് സെക്ഷൻ പ്ലാൻ ഉണ്ടാവും അല്ലെ, എലിവേഷൻ പ്ലാൻ. സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് ക്രോസ് സെക്ഷൻ കട്ട് ചെയ്താലുള്ള വ്യൂകളാണ് സെക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അത് നോർമൽ പ്ലാൻ ഉണ്ടാവും, അതിൽ എലിവേഷൻ ഉണ്ടാവും, അങ്ങനെ പല. ഇപ്പൊ ഓരോ ഡ്രോയിങ്ങും ഇപ്പൊ ഒരു ഡ്രോയിങ്ങിൽ നമ്മൾ എന്താണ് സ്ട്രക്ചറൽ ഡ്രോയിങ് ഉണ്ടാവും, അതുപോലെ സ്ട്രക്ചറൽ പാർട്ട് മാത്രം കാണിക്കുന്ന ഡ്രോയിങ് ഉണ്ടാവും. പ്ലംബിങ്, ഇലക്ട്രിക്കൽ വയറിംഗ് ഒക്കെ ചെയ്യുന്ന അതിന് വേറെ പ്ലാൻ ഉണ്ടാവും. അപ്പോൾ വലിയൊരു പ്ലാൻ ഒക്കെ എടുക്കുമ്പോൾ ഇതെല്ലാം ഒരു പ്ലാനിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും വരക്കുന്നത്. കാരണം പ്ലംബിങ് ആയിക്കൂടെ പോകണം അല്ലെങ്കിൽ വയറിംഗ് ആയിക്കൂടെ പോകണം എന്നുള്ളത് എല്ലാം സ്ട്രക്ചറൽ ഡ്രോയിങ്ങിൽ തന്നെ ചിലപ്പോൾ MEP ഡ്രോയിങ് കാര്യങ്ങളൊക്കെ കാണിക്കും. അങ്ങനെ വരക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ MEP ഡ്രോയിങ് ഒരു ലെയറിൽ വരക്കുന്നു, നോർമൽ പ്ലാൻ വേറെ ലെയറിൽ വരക്കുന്നു. അങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. അതുപോലെ ഒരു വീടിന്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ അതിൽ ഡോർസ് ഉണ്ടാവും, വിൻഡോസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല ഒരു ഡ്രോയിങ്ങിൽ തന്നെ പല എലമെന്റ്സ് നമുക്ക് ഉണ്ടാവും. അപ്പൊ ഓരോന്ന് വരക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഓരോ ലെയേഴ്സിലായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള ലെയറിൽ മാത്രം നമുക്ക് എഡിറ്റ് ചെയ്യാനും അതിൽ ചില ആവശ്യമില്ലാത്ത ലെയർ ലോക്ക് ചെയ്താനും ഒക്കെ നമുക്ക് പറ്റും, ഹൈഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഇതാണ് ലെയറിന്റെ പർപ്പസ്. അപ്പൊ ഞാൻ LA എന്നാണ് അതിന്റെ ഷോർട്ട് കട്ട് വരുന്നത്. LA എൻ്റർ അടിക്കുക, LA എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സ്പേസ് ബാർ അടിക്കുക അല്ലെങ്കിൽ എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഒരു ടാബ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇതാണ് ടാബ്, ലെയറിന്റെ ടാബ്. ഇപ്പൊ ഇവിടെ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ. ഇപ്പൊ നമ്മൾ വരക്കുന്ന എല്ലാ ഡ്രോയിങ്സും 0 പറഞ്ഞ ലെയറിലാണ് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെയറിന്റെ കളർ വൈറ്റ് എന്ന് നമുക്കിവിടെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കണ്ടോ ന്യൂ ലെയർ, Alt N അടിക്കാം, അല്ലെങ്കിൽ ന്യൂ ലെയർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ പുതിയ ലെയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ലെയറിന് ഓരോ പേരും കൂടെ. അപ്പോൾ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ നമുക്ക് വിൻഡോസ് വരക്കുന്ന ഒരു ലെയറിലായിട്ട് വരച്ച്, അപ്പോൾ വിൻഡോ W നമ്മൾ പേര് കൊടുത്തു. ഓക്കെ, പിന്നെ പുതിയൊരു ലെയർ ഞാൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡോർസിനൊക്കെ D എന്ന ലെയർ. ഓക്കെ, വിൻഡോ വരയ്ക്കുന്നതൊക്കെ നമ്മൾ വേറെ കളറിലാണ്. ആ ലെയറിൽ വിൻഡോ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ റെഡ് കളറിലാണ് വിൻഡോ വരയ്ക്കുന്നതൊക്കെ. അപ്പോൾ റെഡ് എന്ന കളർ കൊടുത്ത ലെയറിന്. ഡോറുകൾ വരയ്ക്കുന്നതൊക്കെ നമ്മൾ ബ്രൗൺ കളറിൽ ഓക്കെ, ആണെങ്കിൽ ഒരു വെറൈറ്റി കളർ, ഒരു ബ്ലൂ കളറിലാണ് ഡോസ് ഒക്കെ വരയ്ക്കുന്നത്. അപ്പൊ അങ്ങനെ എത്ര ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഇനി ചുമരുകളൊക്കെ വരയ്ക്കുന്നത് ഒരു വൈറ്റ് കളറിലാണ് എന്ന് വിചാരിച്ചിട്ട് ചുമരിന് നമുക്ക് ലെയർ, ഇപ്പൊ ചുമരിന് നമുക്ക് എന്ത് WE എന്ന് വാളിന്റെ ഷോർട്ട് കട്ട് ചെയ്യാൻ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യാം. വാളൊക്കെ നമ്മൾ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു എന്ത് ചെയ്യാം, ഒരു വേറെ ഗ്രീൻ കളറിലാണ് വാളുകളൊക്കെ വരയ്ക്കുന്നത് വെക്കാം. ഓക്കെ, അങ്ങനെ ലെയേഴ്സ് നമ്മൾ ഈ ലെയർ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇത് ഫ്രീസ് ആണ്. അതുപോലെ ലോക്ക് അൺലോക്ക് ചെയ്യാനും ഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ അപ്പൊ നമ്മൾ ലെയേഴ്സ് സെറ്റ് ചെയ്തു. അപ്പൊ ഒരു ഡ്രോയിങ് വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ലെയേഴ്സ് സെറ്റ് ചെയ്ത് വെക്കണം ഇനീഷ്യലി. അങ്ങനെ ആകുമ്പോൾ വരയ്ക്കാനൊക്കെ നമുക്ക് എളുപ്പമുണ്ടാവും. ഓക്കെ, അത് ഓൾറെഡി നമുക്ക് ഡോർസിനായിട്ടും വിൻഡോസിനായിട്ടും വാൾസിനായിട്ടും അല്ലെങ്കിൽ ഫ്ലോറിനായിട്ടും പല ലെയേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സെക്ഷനിൽ ഇപ്പോൾ ഡോർ വരയ്ക്കുമ്പോൾ ഡോറിന്റെ ലെയർ എടുത്തിട്ട് വരയ്ക്കാൻ മതി. ആ കളറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്ത് ഓക്കെ, സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളത് ക്ലോസ് ചെയ്യാണ്. യെസ്, അപ്പൊ ഞാൻ ലൈൻ എടുത്ത് വരച്ചാണ്. ഈ ലൈൻ എന്ത് കളറാണ്, ഡിഫോൾട്ട് ലെയറിലാണ് ഇപ്പൊ ഇത് കിടക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ലെയറിന്റെ ഇവിടെ മുകളിൽ കാണാൻ പറ്റും, ഇവിടെ കണ്ടോ മുകളിൽ ലെയേഴ്സിന്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ എനിക്ക് ലെയർ പ്രോപ്പർട്ടീസ് ഇപ്പൊ 0 പറഞ്ഞ ലെയറിലാണ് ഇപ്പം കിടക്കുന്നത്. ഓക്കെ, ഇവിടെ ഡോർസ് കണ്ടോ, ഡോറിന്റെ പ്ലാൻ വരയ്ക്കുന്നത് ഡോർ വരയ്ക്കാൻ വേണ്ടി സമയത്ത് ഡോർ വരയ്ക്കുന്ന ആകുമ്പോൾ ഡോർ എന്ന ലെയർ എടുത്തു നമ്മൾ വരയ്ക്കുമ്പോൾ ഇനി വരയ്ക്കുന്നതൊക്കെ ഡോർ എന്ന ലെയറിലാണ് വരിക നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇതിന്റെ കളർ ഇവിടെ മാറിയിട്ടില്ല. മൈ ലെയറിൽ കളർ നമുക്ക് ആ ലെയർ എടുത്ത് ലെയറിൽ നമുക്ക് ഇഷ്ടമുള്ള ഇനി ഇപ്പൊ ഈ വരയ്ക്കുന്നതൊക്കെ ഡോർ എന്ന ലെയറിലായിരിക്കും, നമ്മൾ ഇനി വരയ്ക്കുന്നതൊക്കെ ഡോർ എന്ന ലെയറിലായിരിക്കും വരുന്നുണ്ടാകുക. ഓക്കെ, ആ ലെയറിൽ ഇഷ്ടമുള്ള കളറിലൊക്കെ നമുക്ക് ഇനി വരയ്ക്കുന്ന സപ്പോസ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാവും കളർ മാറി. ഇങ്ങനെ ഇപ്പൊ വരയ്ക്കുന്നതൊക്കെ ഡോർ എന്ന ലെയറിലാണ് വരയ്ക്കുന്നത്. ഇനി നമ്മള് ലെയർ എടുക്കുകയാണ്. യെസ്, വിൻഡോ എന്ന ലെയറിൽ എടുക്കുന്നു. അതിന്റെ കളർ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ കളർ എടുക്കുന്നു, ഓക്കെ അടിക്കുന്നു. എന്നിട്ട് ഇനി വിൻഡോ എന്ന ലെയറിൽ വരയ്ക്കുന്ന ഇത് വിൻഡോന്റെ ലെയറിലാണ് വരുന്നത്. ഓക്കെ, ലെയർ സോറി, ഇപ്പൊ ഡോറിൽ തന്നെയാണ്. വിൻഡോ എടുക്കുകയാണെങ്കിൽ ഓക്കെ, വിൻഡോ നമ്മൾ കൊടുത്തു. ഇപ്പൊ വിൻഡോ ലെയറിലാണ് വരുന്നത്. കളർ മാറിയിട്ടില്ല, കളർ നമുക്ക് ചെയ്യാം. ലെയറിന്റെ കളർ നമ്മൾ മാറ്റി. ഓക്കെ, നമ്മളൊരു
ഈ കളർ കൊടുത്തു. ഓക്കെ, ഇത് പല ഡ്രോയിങ് ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഇപ്പോൾ ഒരു ഡ്രോയിങ്ങിൽ ഇപ്പോൾ വിൻഡോസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊരു കളറാണ്. ഈ കളറിൽ വരച്ചത് ഇതാണ്. അപ്പൊ നമ്മൾ ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോക്ക് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ലോക്ക് ചെയ്തിടാം. കണ്ടോ, ലോക്ക് ചെയ്തിട്ട് അപ്പൊ ഈ വിൻഡോ എന്ന ലെയർ നമ്മൾ ലോക്ക് ചെയ്തിട്ടു. അപ്പൊ വിൻഡോസിൽ എന്ന ലെയർ ഇവിടെ ഒരു മങ്ങിയ ഷെയ്ഡ് മാറിയില്ലേ, കളർ ഒന്ന് കുറഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ലോക്ക് ചെയ്തിട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് എഡിറ്റും കാര്യങ്ങളൊന്നും വേറെ ചെയ്യാനൊന്നും പറ്റില്ല. അതോടെ ലോക്കായി ആ ലെയർ. ഓക്കെ, നമുക്ക് ബാക്കി ലെയേഴ്സിലൊക്കെ നമുക്ക് പണിയെടുക്കാൻ പറ്റും. ക്ലിയർ മനസ്സിലാകുന്നുണ്ടോ? വിൻഡോ ലോക്കായി. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഹൈഡ് ചെയ്ത് വെക്കണം. ഇപ്പൊ ലോക്കായി വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓഫ് ദ ലെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോ ഓൺ ആണ്. ടേൺ ഓഫ് ദ കറന്റ് ലെയർ ആണെങ്കിൽ ഈ ലെയർ ഉണ്ടാവും, നമ്മൾ ഓഫ് ചെയ്തിട്ടു. ഇവിടുന്ന് ഡിലീറ്റ് ആയ പോലെ ഇവിടെ കാണാമല്ലോ. പക്ഷേ ഈ ലെയർ ഇവിടെ ഉണ്ട്, അത് നമ്മൾ ഓഫ് ആക്കി. ഓക്കെ, അത് ഓഫ് ആക്കിയിട്ടു. കാരണം ഈ ബൾബ് എന്നുള്ള ചിഹ്നം ഓഫ് ഓണിന്റെ ചിഹ്നം. ഇനി ഓൺ ആക്കണമെങ്കിൽ അത് വീണ്ടും ഓൺ ആക്കി ലെയർ അവിടെ വരും. ഓക്കെ, ഓഫ് ആക്കണമെങ്കിൽ വീണ്ടും ഓഫ് ആക്കാം. ഓക്കെ, നമുക്ക് ഡോർ എന്ന ലെയറിലാണ്, ഡോർ ലെയർ ഇവിടെ കിടക്കുന്നുണ്ട്. ഡോർ ലെയർ ലോക്ക് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോക്ക് ആക്കി ഇടാം. ലോക്ക് ആക്കി ഡോറിൽ വെച്ചിട്ട് ലോക്ക് ആക്കിയിട്ട് ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാം. ഓക്കെ, ഹൈഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ കിടക്കുന്ന ഇപ്പൊ ഇത് ഈ ലെയറിലാണ്, 0 ലെയറിലായിരിക്കും ഇത് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പേർപ്പസ് മനസ്സിലായി. അതൊക്കെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഈ ലോക്ക് ആക്കിയതൊക്കെ ഓഫ് ആക്കിയിട്ട് അതൊക്കെ ഓൺ ആക്കിയിട്ടാൽ മതി. എല്ലാം വന്നു. മനസ്സിലായോ? ലെയർ പേർപ്പസ് എന്താന്നുള്ള മനസ്സിലായോ? ഈ വാള് വരക്കുമ്പോൾ വാൾ എന്ന ലെയറിലെടുത്ത് നമുക്ക് വരക്കാം. വാൾ എന്ന ലെയറിൽ ഇത് വാളാണ് വരക്കുന്നൊക്കെ നമ്മൾ വാളിലാണ്. കളർ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ. അവിടെ കളർ ഇവിടെ വരുന്നില്ല. ഇനി വരുന്നില്ലെങ്കിൽ ആ ലെയർ ഓൺ ആക്കിയിട്ട് ഇവിടെ കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് എടുത്ത് വരക്കാൻ പറ്റും. ഓക്കെ, ഗ്രീൻ കളർ, ഇത് ഈ ഗ്രീൻ കളർ വരക്കണൊക്കെ വാൾ എന്നുള്ള ലെയറിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഒരു ഡ്രോയിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ട്രക്ചർ വരക്കുമ്പോൾ അതിന് പല എലമെന്റ്സ് ഉണ്ടാവും. ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് വരക്കേണ്ടി വരും, പ്ലംബിങ്ങിന് വേറെ ഡ്രോയിങ് ഉണ്ടാവും, സ്ട്രക്ചറൽ ഡ്രോയിങ് വേറെ ഉണ്ടാവും. ഓരോ ലെയർ വരക്കും ഓരോന്നും ഓരോ കളറിൽ നിങ്ങൾക്ക് ഓരോ ലെയേഴ്സ് ആയിട്ട് വരക്കാം. ഇഷ്ടമുള്ള മാത്രം. ഇപ്പം എല്ലാം കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കാനൊന്നും കഴിയില്ല. എല്ലാ ഡ്രോയിങ്ങും ഒരു പ്ലാനിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പം ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യുക, ബാക്കിയെല്ലാം ഹൈഡ് ചെയ്തിടാം, ലോക്കാക്കി ഇടാം. അപ്പോൾ അത് മാത്രം എടുത്തിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതിനാണ് നമ്മൾ ലെയേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഷോർട്ട് കട്ട് എന്താ? LA. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ലെയർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് വരയ്ക്കുമ്പോൾ തന്നെ, പ്ലാൻ തുടങ്ങുമ്പോൾ തന്നെ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കാര്യങ്ങൾ, ഡ്രോയിങ് വരയ്ക്കാൻ. ഓക്കെ, ഇനി ലെയേഴ്സിന്റെ പ്രോപ്പർട്ടി മാറ്റണം. പ്രോപ്പർട്ടിന്റെ ഇവിടെ ഒരു ടാബ് എല്ലാം അടിച്ചാലും ഈ ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്താലും ഒരേ സാധനമാണ് വരിക. ഇത് നിങ്ങൾക്ക് ഇനി ഇതിന്റെ വരച്ച ശേഷം കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ മാറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ടാവും. വാളിന് ഗ്രീനാണ് കൊടുത്തത്, വാളിന് റെഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ വാള് വരച്ചതൊക്കെ നമുക്ക് റെഡ് ആക്കാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്. റെഡായി. അങ്ങനെ കളേഴ്സ് ഒക്കെ മാറ്റാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഇതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, ലേയേഴ്സ് ഓക്കെ ആണല്ലോ. അടുത്താണ് ജോയിൻ ചെയ്യാം. ഒരു ലൈനൊക്കെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ലൈനും ഈ ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യണം. ഈ ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജെൻഡർ അടിച്ചാൽ മതി. ഇത് 2 ലെയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് പറ്റലുണ്ടാവില്ല. കാരണം നമ്മൾ വാള ലെയറിലാണ് കിടക്കുന്നത്. അതിൽ നമുക്ക് എഡിറ്റ് ഒന്നും പറ്റില്ല. നമുക്ക് ഏതൊരു ലൈൻ എടുത്തു, ഇവിടെ ലൈൻ എടുത്തു. യെസ്, നമ്മുടെ വേറെ ലൈൻ ഇവിടെ ലൈൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഈ 2 ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഫില്ലറ്റ് ഉപയോഗിക്കാം ജോയിൻ ചെയ്യാൻ. ജെൻഡർ അടിച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, സെക്കൻഡ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. വർക്ക് ആവുന്നില്ല. സ്ട്രെയിറ്റ് ലൈൻസ് ജോയിൻ ചെയ്യാനാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, ജോയിൻ എന്നുള്ളത് ഉപയോഗിക്കുക. പിന്നെ ഞങ്ങൾക്ക് സപ്പോസ് എന്താണ് ഇവിടെ ലൈൻ ഉണ്ട്, ഇതിന് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ വേറെ ലൈൻ ഉണ്ട്. ഓക്കെ,
അപ്പൊ ഈ രണ്ട് ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജെ എൻ്റർ അടിച്ചാൽ മതി. ഇത് സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. കണ്ടോ, ഇത് ജോയിൻ ആയി. സ്ട്രെയിറ്റ് ലൈൻസ് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്, കമൻ്റാണ് ജെ. ക്ലിയർ ആണോ? ഈ ലൈൻ ഇതിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റും. ഇത് വേറെ ലെയറാണ്. ലെയർ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പൊ സ്ട്രെയിറ്റ് ലൈൻസ് ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഈ ലൈൻ ഇത് നമുക്ക് തട്ടിക്കണം. എന്താ ഓപ്ഷന്? ഈ ലൈൻ ഇത് നമുക്ക് ഒന്നെങ്കിൽ ഇത് നമുക്ക് തട്ടിക്കണം, അല്ലെങ്കിൽ അതിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഏത് റൂൾ ഉപയോഗിക്കാം? ഉണ്ടോ? ഈ ലൈന് ഫില്ലറ്റ് യൂസ് ചെയ്താൽ ഇത് നമുക്ക് ജോയിൻ ചെയ്യാം? ചാൻസ് ഇല്ല. എക്സ്റ്റെൻഡ് ഉപയോഗിക്കാം. EX അടിച്ചിട്ട് ഡയറക്ടർ ഉപയോഗിക്കാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. ഇത് ഇങ്ങനെ. ഓക്കെ, EX ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഫില്ലറ്റ് ഉപയോഗിച്ചാൽ എന്താ ഉപയോഗിക്കുക? ഈ ലൈനും ആണെങ്കിൽ ഫില്ലറ്റ് എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഫില്ലറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ജോയിന്റെ പർപ്പസ് മനസ്സിലായില്ല. രണ്ട് ലൈൻ തമ്മിൽ, സ്ട്രെയിറ്റ് ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യാനാണ് ജോയിൻ ഉപയോഗിക്കുക. ഓക്കെ, ദാറ്റ്സ് ദ പർപ്പസ്. അടുത്ത ഇൻസേർട്ട് ആണ്. ഇൻസേർട്ടിന് ഷോർട്ട് കട്ട് ഒന്നുമില്ല, ആണ്. എന്തേലും നമ്മൾ വരച്ച എലമെന്റ്സ് ഒക്കെ ഇവിടെ ഇൻസേർട്ട് ചെയ്യണം, ഡ്രോയിങ്സിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്നുള്ള എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്നലെ നമ്മൾ ബ്ലോക്ക് വെച്ചിരുന്നു അല്ലേ? അപ്പോൾ ആ ബ്ലോക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ബ്ലോക്ക് നമുക്ക് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാൻ, വിൻഡോ എന്നുള്ള ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ അടിച്ചു. കണ്ടോ, അത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ കുറേ ബ്ലോക്ക് നമ്മൾ ഓൾറെഡി പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഡോറുകൾ നമുക്ക് ഉണ്ടാക്കി വെക്കാം. ടോയ്ലറ്റ് വരച്ചു വെക്കാം, വിൻഡോസ് വരച്ചു വെക്കാം. ഇതൊക്കെ ബ്ലോക്കുകളായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് പ്ലാൻ തുടങ്ങുന്ന ഇൻസേർട്ട് ചെയ്താൽ മതി. അടിച്ചിട്ട് ആ വരച്ച സാധനം ഉണ്ടാക്കിയ സാധനം ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അതാണ് ഇൻസേർട്ടിന്റെ പർപ്പസ്. ഓക്കെ, ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ആൾറെഡി ഇവിടെ നിന്നുണ്ടാകും. എവിടെയും കൊണ്ടുപോയി ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. എൻ്റർ അടിക്കാം. ഓക്കെ, ഒറ്റ ബ്ലോക്ക് പൊളിഞ്ഞ് വേറെ ബ്ലോക്ക് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. എൻ്റർ അടിച്ചു, ഇതൊരു ബ്ലോക്ക് ആക്കിയിട്ട് മാറ്റാം. എന്താ ബ്ലോക്കിന്റെ ഷോർട്ട് കട്ട്? എന്താ എൻ്റർ. ഓക്കെ, ഇതിന് നമ്മൾ ഒരു ഡി എന്ന് പേര് ഇട്ടു. പോയിന്റ് സെലക്ട് ചെയ്തു. ഒബ്ജക്റ്റ് ഇതാണ്. നമുക്ക് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു, ഇതിനെ ബ്ലോക്ക് ആക്കി. ഓക്കെ, ഇനി നമുക്ക് ഡ്രോയിങ് ആണെന്ന് സപ്പോസ് വിചാരിക്കാം. പുതിയ ഡ്രോയിങ്ങിൽ നമുക്ക് ഡി എന്ന ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. ബ്രൗസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയലുകൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഡോർ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഒബ്ജക്റ്റ് നെയിം ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇനി വിൻഡോ എന്ന് കൊടുത്താൽ കണ്ടോ, വിൻഡോ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. വേറെ എന്തെങ്കിലും കൊടുത്ത സാധനങ്ങൾ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇൻസേർട്ട് ഇസ് ഓക്കെ. ഇപ്പൊ ലൈൻ തന്നെ പല ലൈൻ ഉണ്ട്. ഓക്കെ, ഇതിപ്പോ നമ്മൾ വരച്ചത് ഒരു ലൈൻ നമ്മൾ പഠിച്ചല്ലേ, ഇത് നോർമൽ ലൈൻ. നമ്മൾ വരച്ചത് നോർമൽ ലൈൻ. വേറെ ലൈൻ പഠിച്ചു, ഏത് ലൈൻ? പോളി ലൈൻ പഠിച്ചു. ഓക്കെ, പോളി ലൈൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത ഒറ്റ സെലക്ഷനേ വരുള്ളൂ അല്ലേ? സെലക്ട് ചെയ്തതിൽ ഒന്ന് നോർമൽ ലൈൻ. ഈ രണ്ട് ലൈൻ പഠിച്ചു. ഇത് ഒരുപാട് ലൈൻസ് ഉണ്ട്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ലൈനിന്റെ തിക്നെസ് മാറ്റണം, അല്ലെങ്കിൽ ലൈനിന്റെ വെയിറ്റ് മാറ്റണം, അല്ലെങ്കിൽ ലൈന് ഡാഷ് ലൈൻ ആക്കി മാറ്റണം, ഡോട്ടർ ലൈൻ ആക്കി മാറ്റണം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്ലാനിൽ പല രീതിയിലും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ലൈൻ ടൈപ്പ് LT എന്ന് അടിച്ചാൽ മതി. എന്താണ് LT? ഓക്കെ, LT എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. LT എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. LT. ഓക്കെ, ലൈൻ ടൈപ്പ്. അപ്പൊ ഇങ്ങനെ ഒരു ബോക്സ്. അപ്പം ഇവിടെ ഷോ ആൾ ലൈൻ ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് നിലവിൽ ലോഡ് ആയിട്ടുള്ള 3 ലൈനുകളാണ്. കണ്ടിന്യൂസ് ലൈന്, ബ്ലോക്ക്, ബൈ ലെയർ പറഞ്ഞിട്ട് 3 ലൈനുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ലൈനുകൾ നമുക്ക് ലോഡ് പറ്റും. സിഗ്സാക്ക് ലൈൻ ചിലപ്പോൾ ഡ്രോയിങ്ങിൽ ആവശ്യം വരും. സിഗ്സാക്ക് ലൈൻ ലോഡ് ചെയ്ത് വെക്കാം. ഡോട്ടർ ലൈൻ ചിലപ്പോൾ ആവശ്യം വരും. ഡോട്ടർ ലൈൻ ലോഡ് ചെയ്ത് വെക്കാം.
ഓക്കെ. ഡാഷ് ലൈന് ആവശ്യം വരുമ്പോൾ ഡാഷ് ലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ലൈനുകളൊക്കെ ഓൾറെഡി ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ചെയ്യാം, നമുക്ക് ഡ്രോയിങ്ങിൽ നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, അതാണ് ലൈൻ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വരക്കുന്നത് ഈ ലൈന് ഡോട്ടർ ലൈൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിത് സെലക്ട് ചെയ്തിട്ട് ഇപ്പം നമ്മളിവിടെ കിടക്കുന്ന ബൈ ലെയർ എന്നുള്ള മോഡിലാണ് ഇവിടെ കിടക്കുന്നത്. മാച്ച് പ്രോപ്പർട്ടീൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈൻ വെയിറ്റ് ഉണ്ട്, ഇത് ലൈൻ ടൈപ്പ് ഉണ്ട്, ഇവിടെ ലൈൻ ടൈപ്പ് ഉണ്ട്. ഇത് സെലക്ട് ചെയ്യാം, കണ്ടോ? നമുക്ക് ഈ ലൈൻ മാറ്റണം എന്നുണ്ടെങ്കിൽ ഡോട്ടർ ആക്കാം, ഡാഷ് ആക്കാം. കണ്ടോ? അത് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ് ലൈനായിട്ട് മാറി. അപ്പം അങ്ങനെ ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം മാറ്റാം. ഈ ലൈനിന്റെ തിക്നെസ് മാറ്റണം. ബൈ ലെയർ ഈ തിക്നെസ് 0.009 ആണോ, ലൈനിന്റെ തിക്നെസ് കൂടെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. വലിയ കട്ടിയുള്ള ലൈനാകണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ലൈൻ വെയിറ്റ് എന്നാണ് വെയിറ്റ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ലൈൻ ടൈപ്പ് അങ്ങനെ ലോഡ് ചെയ്യാം, ഡ്രോയിങ് അത് മാറ്റം വരുത്താം. രണ്ടും ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഈ സപ്പോസ് ഈ റെക്റ്റാങ്കിൾ നമുക്ക് ഡോട്ടഡ് ലൈൻ വെച്ചിട്ടാണ് വരക്കേണ്ടതെന്ന് വെക്കാം. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ പറ്റൂല, ഇത് റെക്റ്റാങ്കിൾസ് പോളി ലൈൻ എക്സ്പ്ലോഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് കണ്ടോ, ഇത് ഡോട്ടർ ലൈൻ ആയിട്ട് മാറി. ഓക്കെ, നമുക്ക് ഏത് ലൈനും എക്സാക്ട് ആണെങ്കിൽ എങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാറ്റാം. റെക്റ്റാങ്കിൾ എക്സാക്ട് ലൈൻ വരച്ചതാണ്, എന്നൊക്കെ നമുക്ക് മാറ്റാം. ഓക്കെ, യെസ്. ഓക്കെ, ക്ലിയർ അല്ലേ ലൈൻ ടൈപ്പ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് യൂസ് ചെയ്യേണ്ടത്? യെസ്. ഇനിയൊരു ഏരിയ കാണണം, ഒരു ഒബ്ജക്റ്റിന്റെ ഏരിയ കാണണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ സപ്പോസ് നമ്മൾ റെക്റ്റാങ്കിൾ വരക്കാണ്, റെക്റ്റാങ്കിൾ ലെങ്ത് എത്ര വേണ്ടത്? ലെങ്ത് നമ്മൾ ഡയമെൻഷനിൽ വരക്കുകയാണെങ്കിൽ ലെങ്ത് നമുക്ക് വേണ്ട ഒരു 50 മീറ്റർ ലെങ്ത്തും വിഡ്ത്ത് ഒരു 60 മീറ്ററും. ഓക്കെ, വിഡ്ത്തുള്ള റെക്റ്റാങ്കിൾ നമ്മൾ വരക്കാണ്. ഓക്കെ, ഇതിന്റെ ഡയമെൻഷൻ ചെയ്യാൻ എന്താ ചെയ്യടാ, DLI അടിച്ചാൽ മതി അല്ലേ? DLI സെലക്ട് ചെയ്തു, ഡയമെൻഷൻ 50 മീറ്റർ വിഡ്ത്തും പിന്നെ നമ്മൾ ഒരു 60. ഇതിന്റെ ഏരിയ എത്ര വരിക? ആർക്ക് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ നമ്മൾ എങ്ങനെ കാണാം? ഇതിലൂടെ അല്ല, നോർമലി മാത്തമാറ്റിക്സ് പ്രകാരം എത്ര വരിക? എത്ര മീറ്റർ സ്ക്വയർ വരും ഏരിയ? ആരാ പറയാ? എഞ്ചിനീയറിംഗ് കുട്ടികളല്ലേ, പ്ലസ് ടു കഴിഞ്ഞു വന്നല്ലേ അല്ലേ? 300 ആണോ? 300 മീറ്റർ സ്ക്വയർ അല്ലേ? അതോ 3000? 300 ആണോ 3000 ആണോ? കൺഫേം ചെയ്താരാ പറയാ? 3000 മീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ വരിക. 6×5 അല്ലേ? 30 × 30ക്ക് 2 0 കൂട്ടി 3000. ഓക്കെ, 3000 മീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ വരിക. ഓക്കെ, അത് കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. എന്നടിക്കുക, എൻ്റർ അടിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യചിഹ്നമാണ് ചോദിക്കുന്നത്. നമുക്ക് ഒബ്ജക്റ്റിന് എന്ന് സെലക്ട് ചെയ്യാം, എൻ്റർ അടിക്കുക, എന്നിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. യെസ്, കണ്ടോ എത്ര കാര്യം? 3000 ഏരിയ ആണ്. പെരിമീറ്റർ ചുറ്റളവ് എത്രയാണ്? 220 ആണ്. നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞത് 3000 പറഞ്ഞ ആൾക്കാർക്ക് കറക്റ്റ് 300 അല്ല 3000. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു റെക്റ്റാങ്കിൾ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എന്താണ് എൻ്റർ അടിച്ചിട്ട് ഇത് റെക്റ്റാങ്കിൾ ഈസ് ആൻ ഒബ്ജക്റ്റ്. എൻ്റർ അടിച്ചിട്ട് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു സ്പെസിഫിക് പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഏരിയ എങ്ങനെ കാണാം എന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഏരിയ പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തു, ഈ സെലക്ട് ചെയ്തു, എന്നിട്ട് അങ്ങനെ ഇങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എടുത്ത് കറക്റ്റ് ആയില്ല പോയിന്റുകൾ, അതുകൊണ്ടാണ്. അപ്പൊ ഈ പ്ലോട്ട് ചെയ്ത ഏരിയയിൽ ഒന്നുകൂടി വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തു, അപ്പൊ ഈ ഏരിയന്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് 200 മതി. 3000 കണ്ടോ, ഇങ്ങനെയും നമുക്ക് പ്ലോട്ട് ചെയ്തിട്ടും കാണാം. ഇറഗുലർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഒക്കെ
നമുക്ക് പ്ലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ ഒബ്ജക്റ്റ് ആക്കിയിട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ലൈൻ വരച്ചു. ഒരു സപ്പോസ് പ്ലോട്ടാണ്, നമുക്ക് നമ്മളെ പ്ലോട്ട് ആണ്. ഇതിന്റെ ഏരിയയും പെരിമീറ്ററും കാണണം. എന്ത് ചെയ്യും? പ്ലോട്ട് ചെയ്തിട്ട് കാണാം ഒന്ന്, അല്ലെങ്കിൽ ഇതിനെ സിംഗിൾ ഒബ്ജക്റ്റ് ആക്കിയാൽ മതി. സിംഗിൾ ഒബ്ജക്റ്റ് എങ്ങനെ ആക്കുക? ഇതിന് ഒറ്റൊരു ഒബ്ജക്റ്റ് ആക്കി മാറ്റി. ഇത് സെപ്പറേറ്റ് ഇതൊരു ഒബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം സെപ്പറേറ്റ് ലൈൻ വെച്ചിട്ടാണ്. ബ്ലോക്ക് ആക്കാം, ഇതൊരു ഓപ്ഷനാണ്. വേറെ നമുക്ക് ഇതെല്ലാം ഈ ലൈനൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ജെ അടിച്ചാൽ മതി. ഓക്കെ, എല്ലാ ലൈനും ജോയിൻ ചെയ്തു, ഒബ്ജക്റ്റ് ആയി മാറി. ഓക്കെ, ഇതിന്റെ ഏരിയ കാണാൻ എളുപ്പമാണ്. ഈ എൻ്റർ അടിച്ചിട്ട് എന്ത് ചെയ്യാം, അടിച്ച ഒരു ഒബ്ജക്റ്റ് സിംഗിൾ ഒബ്ജക്റ്റ് ആയി മാറിയില്ലേ? ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും 3400 മീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്റർ 277.7 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഏരിയാസ് കാണാൻ എളുപ്പമാണ്. ഓക്കെ, ഒബ്ജക്റ്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഏരിയ പെട്ടെന്ന് കാണാം. മറ്റേ നമുക്ക് പ്ലോട്ട് ചെയ്ത് സമയം എടുക്കും. ഇങ്ങനെ ഓരോ കോർണേഴ്സ് ഒക്കെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ഏരിയ എടുക്കേണ്ടി വരും. അതിന് പകരം ഒറ്റ ഒബ്ജക്റ്റ് ആക്കി മാറ്റിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? പെർഫെക്റ്റ് അല്ല? ഇന്ന് എങ്ങനെ ഏരിയ കാണാന്നുള്ളത്. ഇനിയിപ്പോ സർക്കിളിന്റെ ഏരിയ നമുക്ക് എങ്ങനെ കാണാം? സി എൻ്റർ അടിക്കുന്നു. സി, ഈ സർക്കിളിന്റെ ഏരിയ നമുക്ക് കാണാം. എന്ത് ചെയ്യേണ്ടത്? ഈ എൻ്റർ അടിക്കുക. സർക്കിൾ ഇസ് എൻ ഒബ്ജക്റ്റ്, റൈറ്റ്? ഒന്നെങ്കിൽ സർക്കിൾ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ കഴിയൂല അല്ലെ? എങ്ങനെ പ്ലോട്ട് ചെയ്യാം? അപ്പൊ എൻ്റർ അടിക്കുക. സെലക്ട് ചെയ്യുക. 628 മീറ്റർ സ്ക്വയർ ഉണ്ട്. അത് സർക്കംഫറൻസ് 8.9 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിന്റെ ഏരിയ കാണാം, അല്ലെങ്കിൽ പ്ലോട്ടിന്റെ ഏരിയ കാണാം. പ്ലോട്ട് ചെയ്തിട്ടും കാണാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് സിംഗിൾ ഒബ്ജക്റ്റ് ആക്കിയിട്ട് അങ്ങനെയും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതുവരെ എടുത്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, എക്സ്പ്ലോഡ് ഡിലീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാം അല്ലെ? എക്സ്പ്ലോഡ് എന്താ? ആർക്ക് എക്സ്പ്ലോഡ് എന്താണ്? ഇതിപ്പോ എക്സ്പ്ലോഡും ഡിലീറ്റും തമ്മിൽ അഭേദ്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. എക്സ്പ്ലോഡ് പറഞ്ഞാൽ ഡിലീറ്റ് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്താൽ ഇത് പോകും. എക്സ്പ്ലോഡ് നോക്കി കഴിഞ്ഞാൽ ഡിലീറ്റ് ആകാൻ പറ്റുമോ? പറ്റൂല. എക്സ്പ്ലോഡും പൊട്ടിക്കുക എന്നുള്ള അർത്ഥം. ഇതിനെ ഈ എക്സെൻറ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടും. പൊട്ടിയാൽ ഡിലീറ്റ് ആവില്ല, ഇത് സെപ്പറേറ്റ് ആയി. സിംഗിൾ ലൈന് സെപ്പറേറ്റ് ലൈനായിട്ട് വന്നു. മനസ്സിലായോ? എക്സ്പ്ലോഡിന്റെ യൂസ് കേസും അതാണ് മാറ്റം. എക്സ്പ്ലോഡ് ഡിലീറ്റ് അല്ല കേട്ടോ ഓപ്ഷന്, പൊട്ടിക്കുക എന്നുള്ളതാണ്. ഡിലീറ്റ് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത്. ഓക്കെ, വേറെ ആർക്കും ഡൗട്ട് ഉണ്ടോ? ഹലോ, ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, അടുത്ത സ്ട്രെച്ച് എന്നുള്ള ടൂളാണ്. സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇന്നലെ സ്കെയിൽ പറഞ്ഞ ടൂൾ പഠിച്ചു അല്ലേ? റെക്ടാങ്കിളിനെ ഇതിന്റെ ഡബിൾ ആക്കണമെങ്കിൽ നമുക്ക് SC എൻ്റർ അടിച്ചിട്ട് ഏതെങ്കിലും ബേസിക് സെലക്ട് ചെയ്തിട്ട് ഇതിനെ നമുക്ക് സ്കെയിൽ ചെയ്യാന്ന് പഠിച്ചു അല്ലേ? നമ്മൾ ഇങ്ങനെ സ്കെയിൽ ചെയ്യാന്നുള്ള 2 × 200 ഡബിൾ ആക്കി നമ്മൾ മാറ്റി. 60 120 100 കണ്ടോ? ഇങ്ങനെ സ്കെയിൽ ചെയ്യാം നമുക്ക്. ഓക്കെ, അതാണ് സ്കെയിലിന്റെ ഓപ്ഷൻ. ഇത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. സ്ട്രെച്ച് പറഞ്ഞാൽ വലിച്ചു നീട്ടാൻ നടത്തും. ഓക്കെ, അപ്പോൾ അടിക്കുക, എൻ്റർ അടിക്കുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. റെക്ടാങ്കിൾ സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. ഒരു പോയിന്റ് എടുത്തിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, ഇതാണ് സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ. ഒന്നുമില്ല, സപ്പോസ് ഒന്നുകൂടി മനസ്സിലാണെങ്കിൽ അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു. സ്ട്രെച്ച് ചെയ്യാന്നുള്ളതാണ്. വലിക്കാൻ നടത്താം. മൂവ് സ്ട്രെച്ച് ഏകദേശം ഒരേപോലെയാണ്. സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് മാറ്റാന്നുള്ളതാണ്. അപ്പോൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് എത്ര ഡിസ്റ്റൻസിലാണ് വേണം, 80 ആണെങ്കിൽ 80 അടിക്കുക, എന്നിട്ട് അവിടുന്ന് സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, സ്ട്രെച്ച് എന്ന് പറയാം. ഓക്കെ, ഈ സെയിം സാധനത്തിന് നമുക്ക് മൂവ് ചെയ്യാൻ എങ്ങനെ? എൻ്റർ അടിക്കുന്നു, ഇത് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കുന്നു. ഇത് നമുക്ക് പോയിന്റ് നമുക്ക് മൂവ് ചെയ്യാം. അപ്പൊ മൂവും ഏകദേശം ഒരേ ഫംഗ്ഷനാണ് നിർവഹിക്കുന്നത്, വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, സ്ട്രെച്ച് ചെയ്യാന്ന് പറയാം. മൂവ് ചെയ്യലും സ്ട്രെച്ച് ചെയ്യലൊക്കെ ഏകദേശം ഒരേപോലെയാണ്. ഓക്കെ, ഇനിയിപ്പോ ഈ റെക്ടാങ്കിളിനെ തന്നെ നമുക്ക് എക്സ്പ്ലോഡ് വെച്ചിട്ട് പൊട്ടിക്കാം.
ഇനി ഇതിനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെന്റർ അടിക്കാം. ഇതിനാണെങ്കിൽ ഇത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഇതിന് മാത്രം ഇങ്ങനെ കൊണ്ടുവരാനൊക്കെ പറ്റും. ഓക്കെ, റെക്റ്റാങ്കിളിന്റെ ഇത് പോയി. അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാം. ഓക്കെ, സ്ട്രെച്ച് ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ അല്ലേ? യെസ്. സ്ട്രെച്ച് കാരണം മൂവും സ്ട്രെച്ച് ഏകദേശം ഒരേ ഫംഗ്ഷനാണ് വരുന്നത്. ഓക്കെ, യെസ് ആണ് ഷോർട്ട് കട്ട്. അടുത്ത റൊട്ടേഷൻ ആണ്. റൊട്ടേഷൻ എന്ന് പറയും. റൊട്ടേഷൻ എന്നാൽ കറക്കാൻ വേണ്ടിയിട്ടില്ലേ, പല ആംഗിളിൽ നമുക്ക് ഇതിനെ തിരിക്കണമെന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ എന്നുള്ള കമാൻഡ് ഉപയോഗിക്കാം. R1 അവിടെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ മൂവും സ്ട്രെച്ചും ഒരേതാണെങ്കിൽ അതിന് 2 ടൂള്, ഒറ്റ ടൂൾ എന്നുള്ള ചോദ്യം നല്ലതാണ്. അപ്പൊ ഇതിന് രണ്ടിനും പർപ്പസുകൾ മാറ്റണ്ട്. മൂവ് ചെയ്യാൻ ഇപ്പൊ സ്ട്രെച്ചിന്റെ ഒന്നും കൂടി യൂസ് ചെയ്ത് ഞാൻ പറയുകയാണെങ്കിൽ, മൂവ് ചെയ്യാന്ന് പറഞ്ഞ ഒരു സാധനം എടുത്ത് ഇങ്ങനെ വെക്കുക. ഓക്കെ, എന്താ വലിച്ചിട്ടാന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, സപ്പോസ് ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ കൂടി കാണിച്ചു തരാം. നമ്മളിങ്ങനെ വെച്ചു, ഇങ്ങനൊരു ഒബ്ജക്റ്റ് വെച്ചു. ഓക്കെ, ഇത് തന്നെ നമുക്ക് സ്ട്രെച്ച് ചെയ്യണം. യെസ് അടിക്കുന്നു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ അടിക്കുന്നു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. കുറെ ഒബ്ജക്റ്റ് ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൂവിൽ അത് പറ്റണം എന്നില്ല. ഓക്കെ, എൻ്റർ അടിച്ചു, ഇത് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു, ഒരുമിച്ച് ഇതും പറ്റും. ഏകദേശം സെയിം ആണ് കേട്ടോ. പക്ഷെ സ്ട്രെച്ചിന് വേറെ യൂസ് ഉണ്ട്, ഞാനത് ഇങ്ങനെ ഇപ്പൊ കാണിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേറെ യൂസ് കേസ് പറയുകയാണെങ്കിൽ എല്ലാം അടിച്ചു, എൻ്റർ അടിച്ചു, അതുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ലൈൻ ഒഴിച്ചു, ഇവിടെ നമ്മൾ ഈ ലൈൻ സെലക്ട് ചെയ്തു, ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 മീറ്റർ സ്ട്രെച്ച് ചെയ്യാൻ വെക്കാം. കണ്ടോ, അതൊരു നല്ലൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് മൂവ് ചെയ്യാനുള്ള സ്ട്രെച്ച് ഉപയോഗിക്കാം. എങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യാം, നമുക്ക് എൻ്റർ അടിക്കുന്നു. അപ്പൊ ഈ ലൈൻ നമുക്ക് സെലക്ട് ചെയ്യുന്നു, എൻ്റർ അടിച്ചു, ഈ പോയിന്റ് വെച്ചിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ ആണ്. ലൈനിന്റെ ലെങ്ത് കൂടാൻ ഇത് പറ്റും, പക്ഷെ മൂവിൽ പറ്റൂല എന്നുള്ള അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ലൈൻ വലുതായി കണ്ടോ, അതിങ്ങനെ പിടിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഇതും സ്ട്രെച്ചിങ് ആണ്. ഇങ്ങനെ പിടിച്ചിട്ട് 100 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്ട്രെച്ച് ആക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ മൂവിൽ അത് പറ്റൂല എന്നുള്ളതാണ്, പക്ഷെ ഇവിടെ അത് പറ്റും. അപ്പൊ അതൊരു ഡിഫറൻസ് ആണ്. ഈ ലൈന് നമുക്ക് ഇവിടെ അറ്റം വലിക്കണം എന്നുണ്ടെങ്കിൽ മൂവ് എടുത്തിട്ട് കാര്യമില്ല, മൂവ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ സ്ട്രെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എൻഡ് പോയിന്റ് പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ സ്ട്രെച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ഓപ്ഷൻ. ഓക്കെ, യെസ്. അടുത്തത് റൊട്ടേഷൻ ആണ്. ഓക്കെ, റൊട്ടേഷൻ ആറോ ആണ്. നമുക്ക് പിടിച്ച് തിരിക്കാൻ അല്ലെ, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം, എൻ്റർ അടിക്കുക, ഏതെങ്കിലും പോയിന്റ് വെച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കറക്കി തിരിക്കാൻ പറ്റും. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിഗ്രിയിൽ നിങ്ങൾക്ക് കറക്കണം എന്നുണ്ടെങ്കിൽ ഓർത്തോ മോഡ് ഓൺ ആക്കിയിട്ടാൽ മതി. ഓക്കെ, സിമ്പിൾ അല്ലേ റൊട്ടേഷൻ? ഹലോ, ആറോ ആണ് കമ്മിറ്റ്. ഓക്കെ, ഓക്കെ, യെസ്. അടുത്തത് ബ്രേക്ക് ആണ്. ബ്രേക്ക്, ഒരു ലൈൻ നമ്മൾ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ, എക്സ്പ്ലോഡ് അല്ല, ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ബ്രേക്ക്. അപ്പം ബ്രേക്കിന്റെ ഷോർട്ട് കട്ട് ബ്രേക്ക് തന്നെയാണ്, BR
ബി ആർ എന്നും ഷോർട്ട് കട്ട് ഉണ്ട്. ബ്രേക്ക് എന്ന് അടിക്കാൻ ബി ആർ എന്നും ഷോർട്ട് കട്ടാണ്. ബി ആറിന് അടിച്ചാലും മതി. ഓക്കെ, ബി ആറിന് അടിക്കുക. എന്നിട്ട് നമുക്ക് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം. പൊട്ടിച്ചു. ഇവിടെ കാണിച്ചാൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത പോയിന്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് ബ്രേക്ക്. ബ്രേക്കിന്റെ പർപ്പസ് കിട്ടിയോ? ബി ആർ അടിക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, ഇപ്പൊ ഏത് ഒബ്ജക്റ്റ് ബ്രേക്ക് സെലക്ട് ദ ഒബ്ജക്റ്റ് എന്നാണ്. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഏത് പോയിന്റിനാണ് ബ്രേക്ക് ചെയ്യേണ്ടത്? ഈ പോയിന്റിന് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് ആണെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ് സെക്കൻഡ് ബ്രേക്കിംഗ് പോയിന്റാണ് ചോദിക്കുന്നത്. നമുക്ക് ഒരു 100 കൊടുത്താൽ 100 മീറ്ററിൽ നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? ബ്രേക്ക് ബി ആർ ട്ടോ. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. പിന്നെ ചോദിക്കുന്ന സ്പെസിഫിക് സെക്കൻഡ് ബ്രേക്ക് പോയിന്റ് എവിടെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ പോയിന്റിൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഫുൾ ആയിട്ട് നോക്കാം. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇവിടെ പുറത്തും കൂടെ ഓൺ ആണ്, ഓഫ് ആക്കിടാം. ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം. ഇപ്പൊ ലൈനും ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ബ്രേക്ക്. ക്ലിയർ ആണ് ബ്രേക്ക്? ഹലോ, ആർക്കേ സംശയം ഉണ്ടോ? ആരും ചെയ്തു നോക്കുന്നുണ്ടോ? അപ്പോ ഞാൻ പറയുന്നതിന്റെ കൂടെ ചെയ്തു നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അപ്പം ചെയ്തു നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യെസ് ദേവിക. ചെയ്തു നോക്കുന്ന ആൾക്ക് പെട്ടെന്ന് സംശയം വരും. അപ്പം പെട്ടെന്ന് ചോദിക്കാം. ഓക്കെ, യെസ്, ഓക്കെ. സംശയമൊന്നുമില്ലല്ലോ ചെയ്തു നോക്കുന്ന ആളുകൾക്ക്? ദേവിക ഓക്കെ അല്ലേ? ദേവിക ഏതാ സെമസ്റ്റർ ഏതാ? സെം ഏതാണ്? ഫിഫ്ത് സെം ആണ്. ഏകദേശം ഓട്ടോകാഡ് സിവിൽ അല്ലേ ബ്രാഞ്ച്? സിവിൽ തന്നെയാണോ? അത് മെക്കോ ബ്രാഞ്ച്? എസ് സിവിലാണ്. ഓട്ടോകാഡ് പഠിച്ചിട്ട് S2 S3 നിങ്ങൾക്കുള്ളത് ഓട്ടോകാഡ് വരുന്നത്? S3. ഓക്കെ, S3 ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ തുടങ്ങുമ്പോൾ ഓട്ടോകാഡ് ഉണ്ട്. ഓക്കെ, ഓക്കെ. ബേസിക്കലി ഞാനും സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ പഠിച്ചതാണ്. ഓക്കെ, 2021 പാസ് ഔട്ട് ആണ്. അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു കമ്പനി ട്രെയിനർ മാത്രമല്ല, ഞാൻ കമ്പനിയുടെ ഫൗണ്ടറും കൂടിയാണ്. ഫിനിറ്റ്സ് അക്കാദമി എന്നുള്ള കമ്പനിയുടെ ഒരു ഫൗണ്ടറാണ്. ഓക്കെ, തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് അവിടെ സ്റ്റാർട്ടപ്പ് ആയിട്ട് ബിൽഡ് ചെയ്തതാണ്. ഓക്കെ, ആരുണ്ട് തൃശ്ശൂർ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? GC തൃശ്ശൂർ ആരെങ്കിലും ഉണ്ടോ? യെസ്, അദിത്. യെസ്, തൃശ്ശൂരാണ്. ഓക്കെ, ഒരാളേ ഉള്ളൂ? രണ്ടുപേരുണ്ട്. ഓക്കെ, GC തൃശ്ശൂർ രണ്ടുപേരുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അടിപൊളി ക്യാമ്പസ് ആണ്. മുതലാക്കാൻ പറ്റും എല്ലാം കൊണ്ടും. പഠിക്കാനാണെങ്കിലും നല്ല അടിപൊളി ടോപ്പ് പിള്ളേരായിരിക്കും അല്ലെ? എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് നല്ല സ്കോറിലുള്ള ആളുകൾക്ക് തൃശ്ശൂരൊക്കെ കിട്ടുള്ളൂ നല്ല ഇതിൽ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ വെറും പഠനം മാത്രമല്ല, അവിടെ നല്ല ഫുട്ബോൾ ക്ലബ്ബുകൾ ഉണ്ടാവും, റോബോട്ടിക്സ് ക്ലബ്ബുകൾ ഉണ്ട്, IEDC ക്ലബ്ബ് ഉണ്ട്. അപ്പൊ എല്ലാത്തിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, IEDC ക്ലബ്ബൊക്കെ നിങ്ങൾക്ക് ഓണ്ടർപ്രണർഷിപ്പ് ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം ക്ലബ്ബിന്റെ പാർട്ടായിട്ട് മാറാം. കുറെ വർക്ക്ഷോപ്സിന് അറ്റൻഡ് ചെയ്യുക, ഐഡിയ പിച്ചിങ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. എല്ലാം അതിനുള്ള ഫെസിലിറ്റി നൽകുന്ന ഒരു കോളേജും കൂടിയാണ്. ഈവൻ സ്റ്റാർട്ടപ്പ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന ആളുകൾക്ക് ഐഡിയ പിച്ച് ചെയ്തിട്ട് ഐഡിയ ഗ്രാൻഡ് ഒക്കെ വാങ്ങിയിട്ട് അവിടെ തന്നെ ഇൻക്യുബേഷൻ TBI എന്നുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. കേട്ടോ? TBI, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ. അവിടെ ആയിരുന്നു നമുക്ക് ഓഫീസൊക്കെ ഉണ്ടായിരുന്നു TBIയിൽ. അപ്പൊ അവിടുന്ന് അങ്ങനെ ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. ഏകദേശം ഇപ്പൊ 5 വർഷം കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഐഡിയ ഉള്ള ആളുകൾ ആ ലെവൽക്കൊക്കെ ചിന്തിക്കട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പൊ ഓട്ടോകാഡ് എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു നിങ്ങൾക്ക് വർക്ക് എടുത്ത് ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ തുടങ്ങിക്കൂടെ? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. ഓക്കെ, സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക് എടുത്ത് ഇപ്പോഴേ നിങ്ങൾക്ക് പഠിക്കാം. അതൊക്കെ ഓപ്ഷൻസ് ആണ്. ഡ്രോയിങ് വരച്ചു കൊടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട്. അപ്പൊ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ടൂള് ബ്രേക്ക് നമ്മൾ പറഞ്ഞ ബൗണ്ടറി ആണ്. ഞാനിവിടെ നേരത്തെ ഞാനൊരു പ്ലോട്ട് വരച്ചു, അതിന്റെ ഏരിയ കാണാൻ പറഞ്ഞോലെ. അപ്പൊ അതുപോലെ ബൗണ്ടറി സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ലൈൻ വരച്ചു, ഇങ്ങനെ പ്ലോട്ട് വരച്ചു. അപ്പൊ ഇത് പോളിയനായി എടുത്ത് വരക്കുകയാണെങ്കിൽ കറക്റ്റ് ബൗണ്ടറി ആയിട്ട് നമുക്ക് കിട്ടും. പോളിയനായി എടുത്ത് വരക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും.
ഇങ്ങനെ പ്ലോട്ട് വരച്ചു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പും ഇല്ലാതെ കറക്റ്റ് ഒരു ഫുൾ ബൗണ്ടറിയോട് കൂടി തന്നെ നമ്മൾ പോളിലൈൻ എടുത്ത് വരച്ചാൽ കിട്ടാം. പക്ഷെ ഇത് അങ്ങനെയല്ല വരുന്നത്. അപ്പൊ ഇതങ്ങനെ പോളിലൈൻ കൊണ്ട് വരച്ചൊരു ഫിഗറാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമന്റ് ആണ് BO. ഓക്കെ, ബൗണ്ടറി. ഓക്കെ, അപ്പൊ ഇതിനെ ജസ്റ്റ് നമുക്ക് സിംഗിൾ ഒബ്ജക്ട് ഒന്നെങ്കിൽ ഇത് മൊത്തം സെലക്ട് ജെൻഡർ അടിച്ചു കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി ആയിട്ട് നേരത്തെ നമ്മൾ കാണിച്ചത്. അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് BO എൻ്റർ അടിക്കുക. ഒരു ക്ലോസ്ഡ് ഫിഗർ മാത്രമേ നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ അടിക്കുന്നു, പിക് പോയിന്റ് സെലക്ട് ചെയ്യുന്നു, ഒറ്റയടിക്ക് ഇതൊരു ബൗണ്ടറി ഫിഗർ ആയിട്ട് മാറി. ക്ലിയർ ആണോ? അപ്പൊ ഒരു ഒബ്ജക്റ്റ് ആക്കി മാറ്റാൻ അല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ഇത്ര പണിയുള്ളൂ. ഓക്കെ, ഇതൊരു പോളിനെ എടുത്ത് വരച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇത് അങ്ങനെ അല്ലായിരുന്നു. ഇത് നോർമലി ഇങ്ങനെ സെപ്പറേറ്റ് സെലക്ഷൻ ആയിരുന്നു. ഈ പോളിലൈൻ എടുത്ത പോളിലൈൻ കൊണ്ട് വരച്ച പോലെ ഫിഗർ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ BO എന്ന് എൻ്റർ അടിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, പിക് പോയിന്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ലൈൻ ഒബ്ജക്ട് ടൈപ്പ് പോളിലൈൻ ആകാം, റീജിയൺ ആകാം, അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിക് പോയിന്റ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു ക്ലോസ്ഡ് ഫിഗറിന്റെ ഉള്ളിൽ അത് കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറാൻ പറ്റും, ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ബൗണ്ടറിന്റെ കമന്റ് BO. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കമന്റ് ആണ് Ctrl+T എന്നുള്ളത്. പ്ലോട്ട് നമ്മൾ ഫിഗർ ഒക്കെ വരച്ചു. ഇത്രയും നമ്മൾ 30 ടൂള് കവർ ചെയ്തിട്ടോ. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 30 ടൂളുകൾ നമ്മൾ കവർ ചെയ്തു. ലാസ്റ്റ് കമന്റ് ആണ് നമ്മൾ വർക്ക്ഷോപ്പിൽ ഇനിയും ഒരുപാട് കമന്റ്സ് ടൂൾസ് എക്സ്പ്ലോർ ചെയ്യാൻ. പക്ഷേ 30 ടൂൾ പഠിച്ചു തന്നെ ഓട്ടോകാലിൽ നിങ്ങൾക്ക് 90% നിങ്ങൾ പഠിച്ചു. ഓക്കെ, ബാക്കിയുള്ള ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്താൽ മതി. Ctrl+P എന്നുള്ളത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വരക്കണം. നമ്മൾ ഈ വരച്ച ഫിഗറൊക്കെ ഒരു A4 ആക്കണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ അടിച്ചിട്ട് P നടിക്കുക. അപ്പൊ പ്ലോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. കണ്ടിന്യൂ ടു പ്ലോട്ട് ഇൻ എ സിംഗിൾ ഷീറ്റ് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് ഇത് പ്ലോട്ട് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് പ്രിന്റർ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പ്രിന്റർ ആയിട്ട് കണക്ട് ചെയ്ത് പ്രിന്റർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, A4 PDF ആയിട്ട് എടുക്കാം. ഓട്ടോഡെസ്ക് PDF എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് PDF എന്നുള്ള മൈക്രോസോഫ്റ്റ് പ്രിന്റ് ടു PDF ഉണ്ട്. PDF നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ പേപ്പർ IS A4 ആണോ A3 ആണോ എന്ന് പ്രിന്റ് എടുക്കാൻ നമുക്ക് സപ്പോസ് A4 ആണെന്ന് വെക്കാം. വാട്ട് പ്ലോട്ട് വയ്ക്കുന്നുണ്ട്, നമുക്ക് എന്താണ് ഡിസ്പ്ലേ, ഈ ഡിസ്പ്ലേ കാണുന്ന മൊത്തം പ്ലോട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്പെഷ്യൽ ഫിഗർ മാത്രമാണ്. അപ്പൊ വിൻഡോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത് മാത്രം നമുക്ക് പ്ലോട്ട് ചെയ്യണം. സപ്പോസ് ഇത് മാത്രമാണ് പ്രിന്റ് എടുക്കേണ്ടത്, മാത്രം സെലക്ട് ചെയ്യാം. റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും മുന്നെടുത്താൽ കാണുന്നത്. അപ്പോ ഓക്കെ, ഇവിടെ നമ്മള് പ്ലോട്ട് ചെയ്ത സാധനം വരണം. ഓക്കെ, എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ലെയർ മാറിയിട്ടാണ് കറക്റ്റ് ലെയറിൽ നമ്മൾ കൊടുക്കുന്നത്. ഡിസ്പ്ലേ കൊടുക്കാം. ഓക്കെ, സ്കെയിൽ ഫാക്ടർ ഇവിടെ ഉണ്ട്, വേണമെങ്കിൽ ഫിറ്റ് ടു പേപ്പർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എത്രത്തോളം സ്കെയിൽ ചെയ്യണം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. കൊടുത്തു ഇവിടെ വരച്ചതിന്റെ 2 പകുതി മാത്രം കാണുന്നുണ്ട്. എന്താന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അങ്ങനെയൊക്കെ വരും. നമ്മൾ പ്ലോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതൊക്കെ നമ്മൾ പരിഹരിക്കണം. ഓക്കെ, അപ്പൊ അപ്പൊ നമ്മളിത് ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ലെയർ ഏതാ കിടക്കുന്ന, വിൻഡോ എന്ന ലെയറിലാണ് കിടക്കുന്നത്. ലോക്ക് ചെയ്തിട്ട് ലെയറുകളൊക്കെ എന്ത് ചെയ്തു, നമ്മൾ അൺലോക്ക് ചെയ്തു കേട്ടോ. അപ്പൊ Ctrl+T അടിച്ചാൽ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ,
എന്തോ ഒരു എറർ ഉണ്ട് മൊത്തത്തില്. നിങ്ങൾ ഇവിടെ ശരിക്കും ഇവിടെ പാട്ട് പ്ലോട്ടും കളിക്കുമ്പോ ആ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. എന്താണ് പറഞ്ഞത്? എന്തോ ആരോ എന്ത് കമന്റ് ഇട്ടല്ല. XY0 കൊടുക്കാൻ ഓഫ്സെറ്റ്. ഓക്കെ, നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ ഇല്ലടാ, എന്തൊറ്റി സെന്റർക്ക് വരണമെങ്കിൽ സെന്റർ പ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്ലോട്ടിന്റെ ഏരിയന്റെ പ്രശ്നമാണെങ്കിൽ അപ്ലൈ ലെറ്റർ കൊടുക്കുന്നു. അല്ല, എന്തൊരു എററാണ് നമുക്ക്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ആരോട് ദേവിക ആരപ്പോൾ ലൈവില് ചെയ്യുന്നത്? എല്ലാവർക്കും ഈ വിഷയം ഉണ്ടോ? നോർമലി പ്ലോട്ട് വരേണ്ടതാണ്. പ്ലോട്ട് ചെയ്തിട്ട് വരുന്നില്ലേ? ദേവിക ആരോ ലൈവായിട്ട് ചെയ്യുന്നവരുള്ള എന്തോ ഒരു ടെക്നിക്കൽ എറർ ഉണ്ട് ഓട്ടോകാഡിന്. നിങ്ങളൊന്ന് പുതിയ ഡ്രോയിങ് എടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. പേപ്പർ കൊടുത്തിട്ടൊന്നും വരുന്നില്ലടാ. ഓക്കെ, അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ പരിപാടി. പ്ലോട്ട് ഞങ്ങൾ വരച്ച സാധനം നമുക്ക് സെലക്ട്, ഇവിടെ വിൻഡോ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെ എന്താണ് പ്ലോട്ട് ചെയ്യാൻ ചോദിക്കാൻ ലിമിറ്റ് എന്ന് കൊടുത്താൽ നമുക്ക് കൊടുത്ത ലിമിറ്റിന്റെ ഉള്ളിൽ നിന്ന് പ്ലോട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. എന്നിട്ട് അപ്ലൈ ടു ലേഔട്ട് കൊടുക്കുക, ഓക്കെ അടിക്കുക, ഇപ്പൊ സാധനം വരും നോക്കാം. ഓക്കെ, വരേണ്ടതാണ്. വന്നിട്ടുണ്ടെങ്കിൽ എന്ത് എറർ ഉണ്ടെങ്കിൽ എറർ കാണിക്കും. ഒന്നും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എസ്കേപ്പ് അടിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. കൺട്രോൾ പി നടിക്കുന്നു, അപ്പോൾ വിൻഡോ വരുന്നു. വാട്ട് പ്ലോട്ട്, അപ്പോൾ സെലക്ട് ചെയ്യുന്നു. ലിമിറ്റ് കൊടുക്കുക. നമുക്ക് കൊടുത്ത ലിമിറ്റിന്റെ ഉള്ളിലൊക്കെ പ്ലോട്ടായി വരും. ലിമിറ്റ് കൊടുത്താൽ നമ്മൾ ആ ഇനിഷ്യൽ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള മൊത്തം പ്ലോട്ടായിട്ട് വരും. വിൻഡോ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് പ്ലോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഡ്രോ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വിൻഡോ ഇതാണെങ്കിൽ ഇത് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഫിറ്റ് ടു പേപ്പർ എന്ന് വേണമെങ്കിൽ ഓപ്ഷൻ കൂടെ പേപ്പറിന് കറക്റ്റ് വരണം എന്നുള്ളത് കൊടുക്കാം. ഈ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ വേണ്ടത് എന്നുള്ള നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് അപ്ലൈ ടു ലേഔട്ട് കൊടുക്കുക, എന്നിട്ടാണ് പ്രിന്റ് ഔട്ട് എടുക്കേണ്ടത്. അപ്പോൾ പ്രിന്റ് എടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യാം, പ്രിവ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അപ്പൊ പ്രിവ്യൂവിൽ ഇവിടെ നിങ്ങൾ പ്ലോട്ട് ചെയ്ത സാധനം വരും. ഓക്കെ, ഇവിടെ എന്തോ എറർ ഉണ്ട്, നമുക്ക് എന്താണെന്ന് അറിയില്ല. പുതിയ ഡ്രോയിങ് എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഓക്കെ കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഡ്രോയിങ്ങിൽ എന്നിട്ട് ഫയലിന് വേണമെങ്കിൽ പേര് കൊടുക്കാം, ഓട്ടോ ക്യാഡ്. ഓക്കെ, PDF ആയിട്ട് നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ പ്ലോട്ട് ആകുന്നില്ല. പ്ലോട്ട് ഇവിടെ എന്തോ എറർ ഉണ്ട്. കളറിന്റെ പ്രശ്നമാണ്, എന്താ പ്രശ്നം എന്നറിയില്ല. ഓക്കെ, കൊടുത്തു. യെസ്, ക്ലിയർ ആണ് പ്ലോട്ട് ചെയ്യൽ. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം നിങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഓക്കെ,
എന്തോന്നും വരുന്നില്ല. ഓക്കെ, ആർക്കെങ്കിലും കിട്ടിയോ പ്ലോട്ട് ചെയ്തിട്ട്? ഹലോ, കിട്ടിയോ? യെസ്, ഈ പ്രൊസീജിയറിനല്ലേ ചെയ്തേ? ഇങ്ങനെ തന്നെയല്ലേ ചെയ്തത് പ്ലോട്ട് ചെയ്തപ്പോ? മാറ്റൊന്നുമില്ലല്ലോ. യെസ്, ഓക്കെ, കിട്ടിയിട്ടില്ല. അപ്പൊ ഇവിടെ എന്റെ ഇവിടുത്തെ ഓട്ടോകാരൻ്റെ എറർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് നാളെ ചെയ്തിട്ട് ലെയർ മാറി കിടന്നാൽ പ്ലോട്ട് ചെയ്യാൻ ഇഷ്യൂ ആയത് അതേ ലെയറിന്റെ പ്രശ്നമുണ്ട്. നമ്മള് കൊടുക്കുക നമുക്ക്. പക്ഷെ ഉള്ള ലെയറിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റണ്ടേ? ലെയർ ഡീഫോൾട്ട് ലെയറിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അതെന്തോ ഉണ്ട്, നമുക്ക് റീഡ്രോ ചെയ്യുമ്പോൾ പുതിയ ഡ്രോയിങ് എടുത്താൽ ടെസ്റ്റ്. വാളിന്റെ ലെയറിൽ നിന്ന് വാള് മാത്രം പ്ലോട്ട് ചെയ്യാൻ പറ്റണ്ടേ? അതും വേണ്ടേ? ഓക്കെ, ഡിസ്പ്ലേ ഒന്ന് കൊടുക്കാം. ആ ഡിസ്പ്ലേയിൽ മൊത്തം നമുക്ക് വേണ്ടേ? ഇവിടെ ഇപ്പൊ രണ്ടെണ്ണം വന്നു. ലെയറിന്റെ ഇഷ്യൂ തോന്നുന്നുണ്ട്, ചെക്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ അത് മാത്രം വന്നാൽ പോരാ, മൊത്തം വരണം. ഓക്കെ, എനിവേ എങ്ങനെയാണ് ചെയ്യാൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എന്ത് എറർ ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാം. ഡിസ്പ്ലേ എന്ന് കൊടുക്കുമ്പോൾ ഈ ഡിസ്പ്ലേയിൽ മൊത്തം നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, കറക്റ്റ് വരാം. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഇന്ന് പഠിച്ചിട്ടുള്ളത്. നമ്മൾ 10ഓളം ടൂളുകൾ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ലെയർ പഠിച്ചു, ജോയിൻ പഠിച്ചു, ഇൻസേർട്ട് പഠിച്ചു, ലൈൻ ടൈപ്പ് പഠിച്ചു, ഏരിയ പഠിച്ചു, സ്ട്രെച്ച്, റൊട്ടേഷൻ, ബ്രേക്ക്, ബൗണ്ടറി, കൺട്രോൾ പി. യെസ്, ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഏകദേശം എത്ര ടൂൾ പഠിച്ചോടാ? 1, 2, 3 അല്ലെ, 30ഓളം ടൂളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇത്രയും ടൂളുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓട്ടോകാഡ് സിമ്പിളാണ്. ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് വേറെ ടൂളുകളൊന്നും കൂടുതലായിട്ട് വരുന്നില്ല, ചെറിയ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ ഇത്രയും ടൂള് പഠിച്ചാൽ നിങ്ങൾക്ക് ഭംഗിയിൽ ഡ്രോയിങ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി നാളെ മറ്റന്നാൾ ഉണ്ടാവില്ല, ലീവ് ആയിരിക്കും. പിന്നെ അടുത്ത ആഴ്ച ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ചെയ്തു തരേണ്ട കുറച്ച് ഹോംവർക്ക് കാര്യങ്ങൾ ഞാൻ തരാം. അപ്പൊ ഇപ്പൊ ഇന്നെടുത്ത ടൂള് വേണമെങ്കിൽ ഒരാള് ഒന്ന് ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടോളൂ. ഓക്കെ, ഒന്ന് ഇട്ടോളൂ. ആരെടുന്നേ? കേട്ടോ, ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തംസപ്പ് ഇടാം. ഗ്രൂപ്പ് ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്യാം. ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ നാളെ നിങ്ങൾ ഇനി തിങ്കളാഴ്ച നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ ഇന്നലെ നിങ്ങൾ ഇന്ന് ചെയ്തു. ഇതൊക്കെ സിമ്പിൾ ആണ്, ഇതൊന്നും വേണ്ട. ഇതൊന്നും നിങ്ങൾ പ്ലോട്ട് ചെയ്ത് തരാം. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിൽ ഒന്ന് ഇട്ടോളൂ. എങ്ങനെ വരക്കാം? നമ്മൾ ഈ 30 ടൂളിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ കാൽക്കുലേഷൻസ് കറക്റ്റ് നടത്തിയാൽ മതി. സെന്റർ പോയിന്റ് എങ്ങനെ കാണണം എന്നുള്ളതൊക്കെ ഒന്ന് മൈൻഡിൽ ഉണ്ടായാൽ മതി. ഇതൊന്ന് ഗ്രൂപ്പിൽ ഇടണ ആരെങ്കിലും ഒരാള്. ഓക്കെ, അടുത്തത് ഇതൊക്കെ മെക്കാനിക്കലാർക്കായിട്ടോ മെയിനായിട്ട്. ഈ ഡ്രോയിങ്സ് ഒക്കെ മെക്കാനിക്കലാർ ഉപയോഗിക്കുന്ന ഡ്രോയിങ്സ് ആണ് മെയിനായിട്ട്. പക്ഷെ ചിലർക്ക് ഇത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഡ്രോയിങ്സ് ആണല്ലോ. ഓക്കെ, എക്സാമ്പിൾ 9, 10 ഇതും കൂടി ഒന്നും ഇടാം. അത് വിട്ടു. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഇതും കൂടി ഒന്ന് 27, 28.
ഇതെല്ലാം ഡയമെൻഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡയമെൻഷൻ ചെയ്ത് റേഡിയസും കാര്യങ്ങളൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് വേണം ഡയമെൻഷൻ ചെയ്യാൻ. ഓക്കെ, അതോട്ട് ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ ഇനി തിങ്കളാഴ്ച വരുമ്പോൾ ചെയ്തു വരിക. ഈ സർക്കിളൊക്കെ നിങ്ങൾ എങ്ങനെ ഡയമെൻഷൻ ചെയ്യാന്ന് ചോദിക്കണവരുണ്ടാവും. സർക്കിളില് ഡിം സ്റ്റൈലാണ് നിങ്ങൾ ഡയമെൻഷന്റെ മോഡിഫിക്കേഷൻ ചെയ്യേണ്ടത്. നമ്മൾ സർക്കിൾ ഡയമെൻഷൻ ചെയ്യാൻ ഇവിടെ ഡയമെൻഷൻ്റെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. റേഡിയസ് ആർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ഡയമെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ റേഡിയസ് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റേഡിയസ് ഒക്കെ ഡയമെൻഷൻ ചെയ്യാം. ഓക്കെ, ഡയമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഡയമീറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്രയാണെന്നുള്ള ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, ഡയമെൻഷൻ ചെയ്യുമ്പോൾ റേഡിയസ്. ഓക്കെ, ആർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണെന്നുണ്ടെങ്കിൽ ആർക്കിന്റെ അളവാണെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ നിങ്ങൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഡയമെൻഷനിൽ നിന്ന് എഴുത്തിഞ്ഞ് കാണാത്ത കാര്യങ്ങൾ ഡിം സ്റ്റൈലാണ്. DIMSTY. ഓക്കെ, STY അടിച്ചു കഴിഞ്ഞാൽ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ചെറിയ എഴുത്തായിട്ട് വരും. എഴുത്ത് ടെസ്റ്റ് ഒന്ന് കാണുന്നതിൽ ഡയമെൻഷൻ സ്റ്റൈലിലാണ് നിങ്ങൾ മോഡിഫിക്കേഷൻ പോകേണ്ടത്. ഇവിടെ ആവശ്യമുള്ളതൊക്കെ മോഡിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓക്കെ അടിക്കുക, എന്നിട്ട് സെറ്റ് കറന്റ് കൊടുക്കുക. അപ്പൊ നിലവിൽ ഡ്രോയിങ് ഡയമെൻഷനിലോട്ട് നിങ്ങൾക്ക് കാണുന്ന രൂപത്തിൽ ആവും. ഏരോ മാർക്കിംഗ് യൂണിറ്റ് മാറ്റാം, എല്ലാ ഓപ്ഷൻസ് അതിലുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നിങ്ങള് 2, 4, 6 ഡ്രോയിങ്സ് നിങ്ങൾ തിങ്കളാഴ്ച വരുമ്പോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, തിങ്കളാഴ്ച ആകുമ്പോഴത്തേനും ഗ്രൂപ്പിൽ ഇന്ന് മുതൽ നിങ്ങൾ വരച്ചു തുടങ്ങിയോളൂ. ഓക്കെ, ഗ്രൂപ്പിൽ അങ്ങനെ ഇട്ടാൽ മതി, ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സെറ്റല്ലേ? യെസ്, എല്ലാവരും ഒന്നും കൂടി ഒന്ന് ക്യാമറ ഒന്ന് ഓണാക്കോ. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിന് എടുത്തത് സേവ് ആയില്ല. ഓക്കെ, അപ്പം ഒന്ന് ക്യാമറ ഒന്ന് ഓണാക്കിയിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് പോയിന്റ് അപ്പ് ചെയ്യാം. ഓക്കെ, ക്യാമറ ഒന്ന് ഓണാക്കാൻ. ഹലോ, ഇട്ടുണ്ടോ നിങ്ങള് പിള്ളേരെ? ഗാൽഡിൻ, മണികണ്ഠൻ, സീബ്, എല്ലാരും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കാം. ഒരു ഫോട്ടോ എടുക്കാനാടോ. യെസ്, ഗാൽഡിൻ, അഭിഷേക്, ഹസീബ്, 3 പേരോട് എനിക്ക് ആദ്യം കാണണം, അതുകൊണ്ടാട്ടോ വിളിക്കുന്നത്. യെസ്, നിരഞ്ജന. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു ഭദ്ര. എല്ലാരും ഇങ്ങനെ തംസപ്പ് ഒന്നുകൂടി ഒന്നുകൂടി സെറ്റ് ആവും. ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ആക്കാൻ. സെറ്റാണോ? ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ആക്കാൻ. ഒന്നുകൂടെ ആയില്ല. എല്ലാരും ഗാൽഡിൻ എല്ലാരും ക്യാമറ ഓൺ ആക്കി. ഒരു മിനിറ്റ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഗാൽഡിൻ ഓൺ അല്ലല്ലോ. ചിരിച്ചോളി, സ്മൈൽ ചെയ്തോട്ടെ. ഞാൻ ചിരിച്ചില്ല, ഭംഗിയില്ല എന്ന് ആരും പറയുന്നുണ്ട്. ഇവിടെ നോക്കിയില്ല, ഹസീബ് ഇവിടെ നോക്കിയില്ല, ഇത് ചെരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ് ആൾ. അപ്പോ നിങ്ങളെല്ലാരും ചെയ്തു വരാം. എല്ലാവരും ചെയ്തു വരൂല്ലേ? ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, ഞാൻ നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്ലോട്ടിങ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കറക്റ്റ് കിട്ടില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.